അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന കുറച്ച് വലുപ്പമുള്ള ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാവ് അളന്നെടുക്കുക. 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടി പോകരുത്, ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി. ബേക്കിംഗ് പൗഡർ ആകുമ്പോഴാണ് ആ കറക്റ്റ് ഒരു പരുവം കിട്ടുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. മാവും ബേക്കിംഗ് പൗഡറും ഉപ്പും പഞ്ചസാരയും മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ 50 ഗ്രാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ട് വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്നും ബട്ടർ എടുത്തതിന് ശേഷം കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിലായിട്ട് ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ചൂട് മാറിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ബാക്കി ബട്ടർ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അത് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവും ബട്ടറും എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. കൈ വെച്ചോ സ്പാച്ചിൽ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഒരുമിച്ച് ഒഴിക്കണ്ട, സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈ വെച്ച് ഒന്ന് കുഴയ്ക്കാം. എന്നാലേ കറക്റ്റ് വെള്ളത്തിൻ്റെ പരുവം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പം വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ചില മൈദയ്ക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ചില മൈദയ്ക്ക് വെള്ളം കുറച്ച് മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് ഇതാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമല്ലേ എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ആ ബോള് പോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി നല്ലോണം കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആക്കി 1 മിനിറ്റെങ്കിലും കുഴച്ച് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് ഇതാ ഒന്ന് ഉരുട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി കുഴച്ചെടുത്ത മാവ് 3 ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഉരുട്ടിയെടുക്കാം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ പീസ് മാവ് എടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടി കുഴച്ചെടുക്കുക. കയ്യിൽ വെച്ചിട്ട് സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലേറ്റിൽ കുറച്ച് മൈദ വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
കണ്ടില്ല, എല്ലാം ഒരേ വലുപ്പത്തിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഇനി നമുക്ക് വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുക്കാം. അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ മാവ് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക. ബാക്കി മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഉരുട്ടിയെടുത്ത മാവ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തും കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഇനി മാവിൻ്റെ എല്ലാ ഭാഗത്തും മൈദ ഒന്ന് ആക്കി കൊടുക്കുക. കൈവച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പം ഇതാ കനം കുറച്ച് ഇതായതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കാം. മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കോരി ഒഴിക്കരുത്, ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ബട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അവർക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇതാവുമ്പോൾ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എന്താ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് വിതറിയിട്ട് കൊടുക്കുക. അപ്പോൾ ചീസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികളൊക്കെ അറിയാതെ കഴിക്കുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ചായപ്പലഹാരമായിട്ടും ഒക്കെ കഴിക്കും. ഒരുപാട് ചീസൊന്നും ഇടണ്ട, ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം 2 വശവും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ വശവും ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കൈവച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വശവും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ വശം ദാ മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ വശവും ഒന്ന് മടക്കി കൊടുക്കുക. ഒന്നിയിൽ റോളർ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ റോളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണേ. അപ്പോൾ അതവിടെ തന്നെ ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് പോലെ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ ബട്ടർ, ഇതാവുന്ന ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്തതങ്ങ് വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തും കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് റെഡി ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ 2 വശവും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പലഹാരമെല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഡിന്നർ ആയിട്ട് കഴിക്കാം, ചായ പലഹാരമായിട്ട് കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ ചേർത്തുകൊണ്ട് പ്രത്യേകിച്ചും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്